ലോകത്തിലെ എണ്ണം പറഞ്ഞ മിഡ്ഫീൽഡേഴ്സ് ഞങ്ങൾക്കൊപ്പം ഉണ്ടെന്ന് പറഞ്ഞ് മൈതാന മധ്യത്ത് ചുമ്മാ പന്തിട്ട് ഏത്തക്ക പുഴുങ്ങിക്കൊണ്ട് നിന്നിട്ട് കാര്യമില്ല. റിസൾട്ട് ഉണ്ടാക്കണമെങ്കിൽ നല്ലൊരു പെനട്രേറ്റീവ് പാസോ ത്രൂവോ വെക്കാൻ പറ്റണം. അല്ലെങ്കിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ ഒരു കില്ലിംഗ് സ്ട്രൈക്കർ ഉണ്ടായിട്ട് അങ്ങേർക്ക് മുതലെടുക്കാൻ പറ്റുന്ന വിധത്തിൽ തലപ്പൊക്കത്തിൽ ഒരു ക്രോസ് ഇട്ട് കൊടുക്കാനെങ്കിലും ആരെങ്കിലും വേണം. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ പോലെ വെറുതെ മധ്യനിരയിൽ പന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു ഐഡിയ ഇല്ലാതെ കൈമാറി കളിച്ചാൽ എങ്ങനെ റിസൾട്ട് ഉണ്ടാവും? സത്യം പറഞ്ഞാൽ ഇന്നത്തെ പോർച്ചുഗലിന്റെ പെർഫോമൻസ് കണ്ടിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യനെ ഓർത്ത് സഹതാപം എന്നതിനപ്പുറത്തേക്കൊന്നും തോന്നാനില്ല. അയാൾക്ക് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു കൂട്ടം സെൽഫിഷ് ചെകുത്താന്മാരുടെ നടുവിൽ കടന്നിട്ട് ആ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? നല്ലൊരു സപ്ലൈ ബോക്സിലേക്ക് കൊടുക്കാൻ ഇവരെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ, ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് പ്രായം 41 പുള്ളി ഒരു കില്ലിംഗ് സ്ട്രൈക്കർ എന്നതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ക്രിസ്ത്യാനോയെ പോലെ ഒരു സ്ട്രൈക്കർ ഉണ്ടായിട്ട് അയാൾക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലൊരു ത്രൂ ഓർ ക്രോസ് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പേര് കേട്ട മധ്യനിര എന്നൊക്കെ പറയുന്നത് വെറുതെ യൂസ്ലെസ് ആണ്, അട്ടർ വേസ്റ്റ് ആണ്. താരബാഹുല്യം ഭാരമായി മാറുന്ന ഒരു അവസ്ഥയിലൂടെയാണ് പോർച്ചുഗൽ പൊയ്ക്കൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. ക്രിസ്ത്യാനോ പലപ്പോഴും പന്തെടുക്കാൻ പിന്നിലേക്ക് ഇറങ്ങേണ്ട ഗതികേടിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കണം. പേര് കേട്ട മധ്യനിരയാണ്, പേര് കേട്ടവർ തന്നെയാണ്. പക്ഷെ എന്താണ് ചെയ്യുന്നത്? എണ്ണം തികയ്ക്കാൻ വേണ്ടി പാസുകളുടെ എണ്ണം കൂട്ടുന്നു. എവിടേക്ക്? ഒരു ബോധപൂർവമുള്ള ഒരു ഒരു ടാക്ടിക്സ് കാണാൻ പറ്റിയില്ല. ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് പോലും പോർച്ചുഗലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല എന്ന് പറയുന്നതായിരിക്കും ശരി. ലെഫ്റ്റ് ഫ്ലാങ്കിലൂടെ പന്ത് വരുന്നു, അത് മൈതാന മധ്യത്തേക്ക് പോകുന്നു. ഒരു സൈക്ലോൺ പോലെ ഇടതുവിങ്ങിലും മൈതാന മധ്യത്തും കൂടി പോർച്ചുഗൽ പന്തിട്ട് തട്ടിക്കളിക്കുന്നതിനപ്പുറത്തേക്കൊന്നും ഈ പേര് കേട്ട മധ്യനിരയ്ക്ക് സോക്കോൾഡ് ക്രിയേറ്റീവ് മിഡ്ഫീൽഡിന് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മധ്യനിരയിലെ ആൾക്കൂട്ടം എന്നതിനപ്പുറത്തേക്ക് ഒന്നും അല്ല പോർച്ചുഗലിന്റെ ഈ ടീം. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന മനുഷ്യനെ ഓർത്ത് സഹതാപത്തിൽ കൂടുതലൊന്നുമില്ല. ഒരു സമയത്ത് പേരെടുത്ത് പറയാനുള്ള താരങ്ങളില്ലായിരുന്നു. ക്രിസ്ത്യാനോ ഒറ്റയ്ക്ക് ടീമിനെ മുന്നോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അന്ന് പോലും ഇതിനെക്കാട്ടി ഒത്തിണക്കം കാണിക്കുന്നുണ്ട്. ഈഗോ തലയ്ക്ക് പിടിച്ച് ഒരു കൂട്ടം ആളുകൾ. സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനോയോടുള്ള ഫ്രസ്ട്രേഷൻ ആയിരിക്കാം. 41 വയസ്സിലും ടീമിന്റെ ഫേസ് അയാളാണ്. അയാളിലൂടെ ഒന്നും ചെയ്യരുതെന്ന് പോലും ഇവർ ആഗ്രഹിക്കുന്നു പോലും സംശയമാണ്. സത്യം പറഞ്ഞാൽ ക്രിസ്ത്യാനോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഹ്യൂമിലിയേഷൻ ഒക്കെയാണ്. ഇനിയിപ്പം റംദാപ്പള്ളിയിലെ BGM വിട്ട് അവൻ വളർത്തിയ മണ്ണിലാണ് നീയൊക്കെ കാലുറപ്പിച്ച് നിർത്തുന്നതെന്ന് പറയുന്നു പറഞ്ഞ് കളിയാക്കിയ 2 തേങ്ങാക്കൊലയാണ്. കാരണം അങ്ങേരുടെ ചോരയും നീരും വിയർപ്പും ഒഴുക്കി തന്നെയാണ് പോർച്ചുഗൽ ഇന്ന് കാണുന്ന എല്ലാം ഉണ്ടാക്കിയെടുത്തത്. റംദാപ്പള്ളിയിലെ സ്റ്റാറ്റസ് ഇനി ഇടും. അത്രേ ഉള്ളൂ കൂടുതൽ പറയാൻ.